ജയ് ശ്രീ രാധേ രാധേ. ഒരു ദിവസം ശിവഭഗവാൻ ധ്യാനത്തിൽ മുഴുകി അങ്ങനെ ഇരിക്കുകയാണ്. അതിഘോരമായ ധ്യാനം. ആ ധ്യാനിക്കുന്നത് ആരെയാണ്? മറ്റാരെയുമല്ല, രാധാറാണി അമ്മയാണ് ധ്യാനിക്കുന്നത്. ശ്രീജിയെ തന്നെയാണ് ധ്യാനിക്കുന്നത്. രാധാറാണിയുടെ അസാമാന്യ സൗന്ദര്യവും ആ മഹിമകളും ആ പാദങ്ങളിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് അതിഘോരമായ ധ്യാനം. ആ ധ്യാനത്തിന്റെ അവസാനത്തിൽ ആ ഭക്തിയുടെ ആ ഉത്തുംഗ ശൃംഗത്തിൽ സ്വയം വരികളായി ഇങ്ങനെ ആ കൃപ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറെ ശ്ലോകങ്ങൾ ശിവഭഗവാനിൽ നിന്ന് ഇങ്ങനെ വരുന്നു. അത് പാർവതീ ദേവിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അതാണ് രാധാ കൃപ കടാക്ഷ സ്തോത്രം. അതുകൊണ്ടാണ് ആ കൃതിയെ നമ്മൾ അത്രയും മഹത്തരമായി കാണുന്നത്. സ്തവരാജ, പ്രാർത്ഥനകളുടെ രാജാവ്, സ്തോത്രങ്ങളുടെ രാജാവ്, കിങ് ഓഫ് പ്രേയേഴ്സ് എന്നാണ് രാധാ കൃപ കടാക്ഷ സ്തോത്രത്തെ അറിയപ്പെടുന്നത്. എല്ലാ രാധാഭക്തർക്കും ഏറ്റവും പ്രിയങ്കരമായ സ്തോത്രമാണിത്. വൃന്ദാവനത്തിൽ മുഴുവൻ മുഴങ്ങിക്കേൾക്കുന്ന നാഷണൽ ആന്തം ഏതാന്ന് ചോദിച്ചാൽ അത് രാധാ കൃപ കടാക്ഷ സ്തോത്രമാണ്. അതിന്റെ ഫലശ്രുതിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് രാധാഷ്ടമി ദിവസം, അതുപോലെ പ്രത്യേക ദിവസങ്ങളിൽ രാധാകുണ്ടിൽ മുങ്ങി നിവർന്ന് 100 തവണ രാധാ കൃപാ കടാക്ഷ സ്തോത്രം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ, അത്രയും അതീവ ഭക്തിയോടുകൂടി ചൊല്ലിക്കഴിഞ്ഞാൽ രാധാദേവി കൃഷ്ണനോടുകൂടി സ്വയം ദർശനം നൽകും. മാത്രമല്ല കൈപിടിച്ച് ഗോലോകത്തേക്ക് കൊണ്ടുപോകും. പിന്നെ വൃന്ദാവന ലീലകളെല്ലാം നമുക്ക് ദർശിക്കാൻ കഴിയും എന്നാണ് ആ ഫലശ്രുതിയിൽ പ്രത്യേകം പറയുന്നത്. അത്രയ്ക്ക് മഹിമയുള്ളതാണ് രാധാ കൃപാ കടാക്ഷ സ്തോത്രം. അത് മാത്രമല്ല ഓരോ ശ്ലോകവും അവസാനിക്കുന്നത് എങ്ങനെയാണ്? കഥാകരിഷ്യ സീഹമാം കൃപാ കടാക്ഷ ഭാജനം. അപ്പോ സംഹാരമൂർത്തിയായ ത്രിമൂർത്തികളിൽ ഒരാളായ ശിവഭഗവാൻ തന്നെ സ്വയം രാധാറാണിയമ്മയിൽ സമർപ്പിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, അവിടുത്തെ കരുണ കലർന്ന കൃപ കലർന്ന ഒരു നോട്ടം എനിക്ക് ലഭിക്കാനായി ഞാൻ എപ്പോഴാണ് അർഹനാകുന്നത് എന്നാണ് ശിവഭഗവാൻ സ്വയം ചോദിക്കുന്നത്. കഥാകരിഷ്യ സീഹമാം കൃപാ കടാക്ഷ ഭാജനം. അതിനെപ്പോഴാണ് ഞാൻ അർഹനായി തീരുന്നത്? ആ കൃപ കലർന്ന നോട്ടം എപ്പോഴെങ്കിലും എനിക്ക് ലഭിക്കുമോ എന്ന്. അപ്പോൾ രാധാറാണിയുടെ കൃപ കലർന്ന നോട്ടം നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കാനായി ഞാനും പ്രാർത്ഥിക്കുന്നു. രാധേ രാധേ.